still there, I think. But yeah, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ഇത് ഡോൺ അതേ സ്ഥലത്ത് നിന്നുള്ളതാണ്. അപ്പോൾ ഡോൺ കേട്ട് വളർന്ന കഥയും അവിടുത്തെ ഒരു ലെജൻഡാണ് പഴയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ കഥയിൽ നിന്ന് നമ്മൾ ആ ഒരു സോൾ എടുത്തതിന് ശേഷം അതിനെ പിന്നെ വേറൊരു സിനിമ ആക്കിയതാണ്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു 90s ഈ ഒരു മൂവി കാണിച്ചു. ഇപ്പോൾ ഈ 90s ചട്ടമ്പിത്തരവും നമ്മുടെ 20s ചട്ടമ്പിത്തരവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്? വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ, ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറവാണ്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എന്താ പറയുക, കുറച്ചും കൂടെ വേറെ പരിപാടികളിലേക്കാണ് കുറച്ചും കൂടെ ആൾക്കാർ പോകുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ ചട്ടമ്പികളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ചട്ടമ്പിയാണോ? ഞാൻ ഒരു സാധാരണ ചെക്കനാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ചട്ടമ്പിത്തരമൊന്നും കാണിക്കണമെന്നില്ല, സമാനമായിട്ട് ജീവിക്കാൻ. ഓക്കെ. അപ്പോൾ ഈ ഓരോ സെറ്റിലും ഇപ്പം ഇതിൽ കുറച്ചും കൂടെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ഓരോ സെറ്റിലും എന്തെങ്കിലും പുതുമകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സെറ്റിൽ എന്താണ് ചേട്ടന് പുതുമയായിട്ട് തോന്നിയത്? ഈ സെറ്റിൽ ഇപ്പം എൻ്റെ എല്ലാം കൂട്ടുകാരും എൻ്റെ ഏറ്റവും അടുപ്പുള്ള ആൾക്കാരും കൂടെ ഒന്ന് ഒരുമിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിപ്പോൾ എനിക്ക് എപ്പോഴും സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിങ്ങും നമ്മുടെ സ്വന്തം എന്നുള്ളൊരു അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഓക്കെ. കൂടുതൽ മൂവീസിലും ചേട്ടൻ ഭയങ്കര ഒരു ഫ്രീക്കി, ഭയങ്കര ഓടിച്ചാടി തുള്ളി നടക്കുന്ന, ലൈക്ക് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നോർത്ത് 24 കാതം അതിൽ തന്നെ ഭയങ്കര ഡിഫറൻസ്. അപ്പോൾ ചേട്ടൻ ശരിക്കും അങ്ങനത്തെ ഒരു റിയൽ ആ ടൈമിലൊക്കെ ഐ യൂസ് ടു ഗെറ്റ് റോൾസ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നോർത്ത് 24 കാതത്തിൽ ഉള്ള കഥാപാത്രമായാലും ഇപ്പോൾ ഡാത്തടിയിലെ കഥാപാത്രമായാലും അതിനൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ ഷെയ്ഡ്സ് ഉണ്ട്. ബട്ട് ഇപ്പോൾ അബു വേറൊരു കഥാപാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ കുറച്ചും കൂടെ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കഥാപാത്രത്തിലും ഞാൻ തന്നെയല്ലോ ചെയ്യണം. അപ്പം എന്തായാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡയലോഗ്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ ചേട്ടൻ ഞാനിപ്പോൾ നേരത്തെ ഇൻട്രോയിൽ തഗ് ഡയലോഗിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അപ്പോൾ ചേട്ടൻ തനിയെ പറയുന്നതാണോ അതൊക്കെ? ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഞാൻ വെറുതെ പിയാനോ വായിക്കുന്ന ചെക്കൻ മാത്രമാണ്. അല്ല, കൂടുതൽ സിനിമകൾ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ചേട്ടൻ ഇങ്ങനത്തെ ആയിരിക്കും എന്ന് ചിന്തിക്കാറുണ്ട്. സം ഡയലോഗ്സ്, സം ഓഫ് ദം ആർ ഓൾറെഡി റിട്ടൺ. അപ്പോൾ നമുക്കൊരു സ്പേസ് ആക്ച്വലി ഉണ്ടാവണം, എന്നാലേ ഇത് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ബട്ട് മോസ്റ്റ്ലി ഇറ്റ്സ് ഓൾ റിട്ടൺ. നല്ല കലക്കിന് എഴുത്തുകാരുണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാവരും എഴുതി നമുക്ക് തരുന്ന ഡയലോഗ്സ് ആണ്. മേ ബി സംടൈംസ് നമ്മൾ നമ്മുടെ രീതിയിൽ പറയാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ചേട്ടൻ ആദ്യം ഒരു RJ ആയിരുന്നു, പിന്നെ ഒരു ആക്ടറായി, മ്യൂസിക്കും ചേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതാണ് കുറച്ചും കൂടെ ഇഷ്ടം? എനിക്ക് മൂന്നും വളരെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒന്നിനും മാറ്റി നിർത്താനോ. ഇപ്പോൾ RJ ഞാനിപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ് പാട്ട് കേൾപ്പിക്കൽ. അതിപ്പോൾ കൂട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ 60 കിലോമീറ്റർ റേഡിയസിൽ ആൾക്കാരെല്ലാവരും പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഐ കനോട്ട് എന്താ പറയുക, ഒന്നിനും അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല. ഞാനത് റേഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ മെക്കാനിക്കലായി തുടങ്ങിയ ഒന്നാണ് അതൊന്ന്. എനിക്ക് വളർച്ചയില്ലാന്നോ അല്ലെങ്കിൽ അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മൂവിയിലേക്ക് വന്നത് കൊണ്ടല്ല അല്ലേ അത് നിർത്തിയത്? മൂവിയിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് വയ്യായിരുന്നു. ഇതിങ്ങനെ കമ്പനിയും ജോലിയും 9 to 5 2 ജോലിയായിരുന്നു ഒരുമിച്ച് കൊണ്ടിരുന്നത്, കിരണും റേഡിയോയും. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മളൊരു കമ്പനിയിൽ സ്റ്റക്കാണ്. അപ്പോൾ അതിൽ നിന്നും ഒന്ന് ചാടിയിട്ട് ഓക്കെ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കാം, അവർ ജീവിക്കാനുള്ള പൈസ തരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കൽ അങ്ങനെ എടുത്താണ്. അങ്ങനെ ദൈവാധീനം കൊണ്ട് അങ്ങനെ. ഓക്കെ. ഈ മ്യൂസിക് ഒക്കെ കമ്പോസ് ചെയ്യാറുണ്ടല്ലോ ചേട്ടൻ, ഇപ്പൊ പുതിയത് ഏതെങ്കിലും വരുന്നുണ്ടോ? കുറച്ച് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വൈകാണ്ട് വരും. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഞാൻ ഇങ്ങോട്ട് നോക്ക് പാടാം, വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക് പാടാം. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. ഇങ്ങോട്ട് നോക്ക് പിച്ചി പൂത്തത്, പിച്ചി നുള്ളാൻ പോരുമോ നീ എൻ്റെ പൈങ്കിളി വാമണവാട്ടി. ഓ താങ്ക് യു സോ മച്ച്. ഞാൻ പാട്ട് പാടുമെന്ന് വിചാരിച്ചില്ല, കാരണം കുറെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ. അപ്പൊ ഞാൻ ആലോചിക്കും ചേട്ടൻ പാട്ട് പാടാൻ പറഞ്ഞ പാടുമോ എന്നുള്ളത്. പക്ഷെ എനിക്ക് ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ ആ ഒരു പാട്ട്, ആ ഒരു ഞാൻ ആ മൂവിയിൽ ത്രൂ ഔട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടോണ്ടിരുന്ന ഒരു സീൻ, ആ ഒരു പാട്ടിന്റെ സീനായിരുന്നു. അത് ഭയങ്കര പേഴ്സണൽ സോങ് ആയിരുന്നു വിനീതിനും അജുനും അവരുടെ ഫുൾ ബാച്ചിന്. അപ്പോൾ ഞാൻ പാടി നോക്കിയായിരുന്നു ഒരു പ്രാവശ്യം, അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ സച്ചിൻ ഓഫ് കോഴ്സ്. അപ്പോൾ
അപ്പൊ സച്ചിൻ പാടി. യെസ്, സച്ചിൻ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. that scene is very beautiful. അത് എടുത്തേക്കുന്നതും ഒക്കെ ഭയങ്കര ഫീലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും മൂവിയുടെ വിശേഷങ്ങൾ ഞാൻ ചെറിയൊരു സെഗ്മെന്റ്, ഞാൻ ചേട്ടന്റെ മൂവി ഫീൽഡിലുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സിന്റെ പേരുകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരെ പറയുമ്പോൾ ചേട്ടനെ ലൈക്ക് മനസ്സിൽ വരുന്ന ഫസ്റ്റ് ഒരു മെമ്മറി, നല്ലൊരു മെമ്മറി ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ is a brilliant human being. ഭയങ്കര റിയൽ ആണ്. ഷൈൻ ഈസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് എന്താ പറയുക ഇപ്പോൾ സെറ്റിൽ, ബിക്കോസ് ഹി വാസ് an impeccable assistant director. അവനെല്ലാം അറിയാം. അപ്പോൾ ഇപ്പോൾ പടത്തിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവൻ കോൺസ്റ്റൻ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും, കോൺസ്റ്റൻ്റ്ലി നമുക്ക് പോയിന്റേഴ്സ് തരും. അങ്ങനെ ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര റീച്ച്, ഇന്റർവ്യൂസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ആളും സെറ്റിലൊക്കെ അങ്ങനെ തന്നെയാണോ? ഭയങ്കര ആക്റ്റീവ് ആണ്. ഓക്കെ, സൗബിൻ. Saubin has inspired me a lot. ഇപ്പം പറവ ചെയ്തപ്പോ even went to see his growth. ഇതെല്ലാം ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. സൗബിൻ is one of my closest friends. അപ്പോൾ യെസ്, നിങ്ങളെ ഒരുമിച്ച് സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടെന്നോ? അതെ, ഹീസ് ഓൾവേസ് ദെയർ. അവൻ എന്താ പറയാ ഏറ്റവും അടുത്ത സുഹൃത്താണ് എൻ്റെ. ഓക്കെ, ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ വാസ് വെരി നൈസ് ടു മീ. അവൻ ഉസ്താദ് ഹോട്ടലിൽ മീറ്റ് ചെയ്തപ്പോൾ ദുൽഖർ വാസ് very cordial and very sweet to all of us. അല്ലായിരുന്നു. ഓക്കെ, മഞ്ജു പിള്ള. മഞ്ജു ഒരു രക്ഷയിൽ അടിപൊളിയാണ്. അമ്മേ Manju is one of the nicest people I've met in the industry. Yes. Okay, ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഹോം കണ്ടിരിക്കുകയാണ്. She's amazing. Okay, അതിൽ നിങ്ങൾ ഇടയ്ക്ക് പോയി ഫ്രിഡ്ജ് തുറക്കുന്ന സീനില്ലേ? ചേട്ടൻ ശരിക്കും അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടില്? Yeah. ഉണ്ടല്ലേ. Okay, ഫഹദ്. Fafa is really cool. Fahad, when you're acting, like I think ട്രാൻസിന്റെ സമയത്ത് ഈ സീൻസിൻ്റെ ഇടയ്ക്ക് എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എനിക്ക് ആ ചുറ്റിക ഷോട്ടിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എന്നോട് കഴുത്തിൽ പിടിക്കാൻ പറഞ്ഞു ഫാഫയുടെ. അപ്പോൾ പിടിക്കണം പിടിക്ക്. സോ ദാറ്റ് ഗിവ്സ് യു എ ലോട്ട് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഷോസ് യു വാട്ട് കൈൻഡ് ഓഫ് എന്ത് ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ആക്ടറാണ് ഫാഫ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഹീസ് സൂപ്പർ ഹെൽപ്ഫുൾ ആൻഡ് അടിപൊളിയാണ്. നല്ലോണം പിടിച്ചാ സിനിമയിൽ കാണുമ്പോൾ പിടിക്കണ പോലെ ഇരിക്കാൻ വേണ്ടിയുള്ള പിടുത്തമുള്ളൂ, അല്ലാണ്ട് നോ ഐ എം നോട്ട് വൺ ഓഫ് ദോസ് അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഒരു ടെക്നിക്കാണ്. ഈവൻ ഇപ്പോൾ ഫൈറ്റിംഗ് ആണെങ്കിലും ഇതെല്ലാം ഒരു ഡാൻസ് പോലെയാണ്. അപ്പോൾ ഇത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അഭിനയിക്കുക മാത്രമാണ്. അപ്പോൾ നിവിൻ ഇസ് വെരി ഫണി. ജേക്കബിന്റെ സ്വർഗരാജ്യം പോലെയാണ് നിങ്ങളുടെ ഒരു നിവിൻ കോമഡിയാണ്. നിവിൻ്റെ കോമഡിയും ചളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചളിയൊക്കെ ആയിരിക്കും സിനിമയിലെ പോലെ തന്നെ നല്ല ചളി അടിക്കും. യോ എന്ന് പറയാൻ ആ സീനാണത്. മിക്ക സിനിമകളിലും ആ ഒരു സാധനം ഉണ്ട് നിവിൻ ചേട്ടന്. ഓക്കെ, ഭാവന. ഷീസ് വണ്ടർഫുൾ. ഹണിബിയിൽ വർക്ക് ചെയ്യുമ്പോഴും വി ഗോട്ട് എ ലോട്ട് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ഹർ. ലൈക്ക് ഭാവനനെ എന്താ പറയുക, ഭാവനയായിട്ടല്ലേ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ സിനിമയിലും അങ്ങനെ. അപ്പോൾ ഒരു വലിയ ആക്ടർ നമുക്കിങ്ങനെ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എത്ര ഡൗൺ ടു എർത്താണ്, എത്ര റിയലാണ്, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, ഷീസ് എ വണ്ടർഫുൾ ഗേൾ. ഈ ഹണിബി 1 ഇറങ്ങിയ ടൈമിൽ 2 വരുമെന്ന് നിങ്ങൾക്ക് അറിയായിരുന്നോ? അതെങ്ങനെയാണോ അറിയാം. എത്ര ഹിറ്റ് ആയപ്പോഴേക്കും they must have planned it. Okay, 2 അടിക്കാം എന്നുള്ള. നിങ്ങളിപ്പോഴും ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താറുണ്ടോ ഒരു ഹണിബി ഫാമിലി? We meet, like Jean is another close friend, Anub is another close friend, Asif. ഇവരെല്ലാവരും എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, ആസിഫ് അലി. ആസിഫ് കല്യാണത്തിന് വിളിച്ചു തന്നിട്ട് ഞാൻ പോയില്ല. എടാ ഇത്ര നാൾ എന്നിട്ട് നീ കല്യാണത്തിന് വന്നില്ല. സോ ദാറ്റ്സ് വെൻ ഐ അണ്ടർസ്റ്റുഡ് ഓക്കെ ഈസ് എ ഗുഡ് ഫ്രണ്ട്. ലൈക്ക് ഓക്കെ അവൻ ശരിക്കും കല്യാണത്തിന് വിളിച്ചാൽ ലൈക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പോവാൻ പറ്റിയില്ല, ഐ കുഡന്റ് ഗോ, എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവന് ഭയങ്കര വിഷമം. അപ്പോൾ ദാറ്റ്സ് വെൻ കളിയാ ഓക്കെ ഐ ആം സോ സോറി. അപ്പോൾ ആസിഫ് ഇസ് എ വെരി ഗുഡ് ഗൈ. ആസിഫ് കലക്കമ്മച്ചാനാണ്. ഓക്കെ, ബാലു വർഗീസ്. ബാലു is on call bro anytime. ബാലു എനിക്ക് കോളേജ് മുതലേ അറിയാം. ബാലുവിനെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്ന സുഹൃത്താണ്. നിങ്ങൾ ഒരുമിച്ചായിരുന്നോ? ഈസ് 1 batch junior to me, പക്ഷേ we knew each other, അറിയായിരുന്നു തമ്മിൽ.
ഓക്കെ ഓക്കെ. ഈ മൂവിയിലെ ചെമ്പൻ വിനോദ്, ഗ്രേസ് ആന്റണി അവരുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇംപെക്കബിൾ ക്യാരക്ടേഴ്സാണ് ജോൺ എന്ന് പറയുന്നത്, ചെമ്പൻ ചെയ്തിരിക്കുന്നത്. ഗ്രേസിന്റെ സിസ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ് സിനിമയിലെ. ചെമ്പൻ ചേട്ടനൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണെന്ന് തോന്നുന്നു. ലൈക്ക് ആ ഒരു ക്യാരക്ടറിലേക്ക് ഫുള്ളി പോകുന്ന. നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും എതിരെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിയുടെ മൊഴി. ഇരുവർക്കും ലഹരിമരുന്ന് നൽകാറുണ്ടെന്ന് കണ്ണൂർ സ്വദേശി തസ്ലിമ സുൽത്താൻ മൊഴി നൽകി. 2 കോടി രൂപ വിലമതിക്കുന്ന 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഓമനപ്പുഴ തീരദേശ റോഡിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവും MDMAയും കടത്തുന്ന സംഘത്തിന്റെ മുഖ്യ കണ്ണിയാണ് തസ്ലീമ. കണ്ണൂർ സ്വദേശിയാണെങ്കിലും ചെന്നൈയും കൊച്ചിയുമാണ് താവളം. ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുണ്ട്. സെക്സ് റാക്കറ്റ് കേസിൽ 1 തവണ പിടിയിലായിട്ടുമുണ്ട്. സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് കഞ്ചാവും ലഹരി വസ്തുക്കളും കൈമാറുന്നുണ്ടെന്ന് തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തി. വാട്സാപ്പ് സന്ദേശങ്ങളും സിനിമാ മേഖലയിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ നമ്പറുകളും വാട്സാപ്പ് ചാറ്റുകളും തസ്ലീമയുടെ ഫോണിൽ കടത്തി ആലപ്പുഴ ടൂറിസം മേഖലയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്.